Good morning. Today's class is about fatigue failure. We have already discussed this SN curve. The SN curve is the graphical representation of stress amplitude versus the number of stress cycles before the fatigue failure on a log graph. We already discussed this graph and the nature of this particular graph. And in the next part, actually the SN diagram is a standard method of presenting fatigue data and the magnitude of stress amplitude at 10 raised to 6 cycles represents the endurance limit of the material. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ PPT-യിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് ലോ സൈക്കിൾ ആൻഡ് ഹൈ സൈക്കിൾ ഫാറ്റിക് ആണ്. ലോ സൈക്കിൾ ആൻഡ് ഹൈ സൈക്കിൾ ഫാറ്റിക്. There are two regions of the curve, namely low cycle fatigue and high cycle fatigue. Any fatigue failure when the number of stress cycles are less than 1000 or 10 raised to 3 is called low cycle fatigue, and any fatigue failure when the number of stress cycles are more than 1000 is called high cycle fatigue. ഈ ഒരു ഫിഗർ തന്നെ നോക്കിയാൽ മനസ്സിലാവും. ഈ 10 raised to 3 or log n ബേസ് 10 ആയിട്ട് വരുന്ന ലോഗ് n അത് 3 ആവുക മീൻസ് 10 raised to 3 സൈക്കിൾസ് ആണ്. ആ 10 raised to 3 സൈക്കിൾസിലേക്ക് കുറവായിട്ട് വരുന്ന പോർഷനിൽ വരുന്ന ഫാറ്റിക് ഫെയിലിയർ ആണ് ആക്ച്വലി ലോ സൈക്കിൾ ഫാറ്റിക്. ഇനി ഹൈ സൈക്കിൾ ഫാറ്റിക് മീൻസ് 10 raised to 3 സൈക്കിൾസിന് മുകളിലേക്ക് വരുന്ന ഫാറ്റിക് ഫെയിലിയർ, അതാണ് ഹൈ സൈക്കിൾ ഫാറ്റിക്. നെക്സ്റ്റ് ഫാറ്റിക് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ ആണ്. Actual reduction in the endurance limit of a material due to stress concentration is less than the amount indicated by the theoretical stress concentration factor. അപ്പോൾ നമുക്കറിയാം എൻഡ്യൂറൻസ് ലിമിറ്റ് ഓഫ് ദി നോച്ച് ഫ്രീ സ്പെസിമെൻ, അതിൻ്റെ ഒരു എൻഡ്യൂറൻസ് ലിമിറ്റ് ഉണ്ട്. എൻഡ്യൂറൻസ് ലിമിറ്റ് ഓഫ് ദി നോച്ച്ഡ് സ്പെസിമെൻ ഉണ്ട്. ഇപ്പോൾ നോച്ച്ഡ് സ്പെസിമെൻ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ എൻഡ്യൂറൻസ് ലിമിറ്റ് കുറയും. അപ്പോൾ എൻഡ്യൂറൻസ് ലിമിറ്റ് ഓഫ് ദി നോച്ച് ഫ്രീ സ്പെസിമെൻ ഡിവൈഡഡ് ബൈ ദി എൻഡ്യൂറൻസ് ലിമിറ്റ് ഓഫ് ദി നോച്ച്ഡ് സ്പെസിമെൻ. ആക്ച്വലി ആ ഒരു റേഷ്യോ ആണ് ഫാറ്റിക് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ KF ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വി ക്യാൻ ഡിസ്കസ് ദി എൻഡ്യൂറൻസ് ലിമിറ്റ് ആൻഡ് വി ക്യാൻ ഡിസ്കസ് വൺ പ്രോബ്ലം ഇൻ ദിസ് പർട്ടിക്കുലർ സെക്ഷൻ. ഈ ഒരു പാർട്ടിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ, കുറേ ഫാക്ടേഴ്സ് എൻഡ്യൂറൻസ് ലിമിറ്റിന് എഫക്റ്റ് ചെയ്യുന്ന കുറേയേറെ ഫാക്ടേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യണം. നോച്ച് സെൻസിറ്റിവിറ്റി ഫാക്ടറാണ് ഫസ്റ്റ്. നോച്ച് സെൻസിറ്റിവിറ്റി ഫാക്ടർ Q is defined as Q is equal to increase of actual stress over nominal stress divided by increase of theoretical stress over nominal stress. ഇതിൽ നോച്ച് സെൻസിറ്റിവിറ്റി ഫാക്ടർ നമ്മൾ ഒരു ഇക്വേഷൻ ഉണ്ടാക്കി എടുക്കുമ്പോൾ സിഗ്മ O is equal to നോമിനൽ സ്ട്രെസ് ആയിട്ട് എടുക്കുകയാണ്, or sigma 0 or sigma O is equal to nominal stress. Then actual stress is equal to Kf into sigma O, where Kf is equal to fatigue stress concentration factor. ഇപ്പോൾ തിയററ്റിക്കൽ സ്ട്രെസ് എന്ന് പറയുന്നത് KT into sigma O. That means KT is equal to theoretical stress concentration factor. അപ്പോൾ ഇൻക്രീസ് ഇൻ ആക്ച്വൽ സ്ട്രെസ് ഓവർ നോമിനൽ സ്ട്രെസ്, നോമിനൽ സ്ട്രെസ്സിനേക്കാൾ കൂടുതലായിട്ട് വരുന്ന ആക്ച്വൽ സ്ട്രെസ്, ആ ഇൻക്രീസ് ആണ് ആക്ച്വലി KF സിഗ്മ O മൈനസ് സിഗ്മ O. ഇനി തിയററ്റിക്കൽ സ്ട്രെസ് എത്ര കണ്ട് നോമിനൽ സ്ട്രെസ്സിനേക്കാൾ കൂടുതലാണെന്നുള്ള ആ മാഗ്നിറ്റ്യൂഡാണ് ഇവിടെ KT സിഗ്മ O മൈനസ് സിഗ്മ O ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള റേഷ്യോ, അതാണ് ആക്ച്വലി നോച്ച് സെൻസിറ്റിവിറ്റി ഫാക്ടർ. അപ്പോൾ നമുക്ക് സിഗ്മ O കോമൺ ആയിട്ട് പുറത്തെടുത്തു കഴിഞ്ഞാൽ KF മൈനസ് 1 ഡിവൈഡ് ബൈ KT മൈനസ് 1 എന്ന് പറഞ്ഞ ഒരു ഇക്വേഷനാക്കി എടുക്കാൻ പറ്റും. Q is equal to or KF is equal to 1 plus Q into KT minus 1. ഈ 1 ഈ സൈഡിലേക്ക് പോകും, ഇതിനെ കൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തെടുക്കും. ഇപ്പോൾ KF is equal to 1 plus Q into KT minus 1 ആക്കി എടുക്കും. ഈ ഒരു ജനറൽ ഇക്വേഷൻ നമ്മൾക്ക് ബൈ ഹാർട്ട് ആക്കണം. KF ഫാറ്റിക് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ is equal to
1 പ്ലസ് നോച്ച് സെൻസിറ്റിവിറ്റി ഫാക്ടർ ഇൻറ്റു KT മൈനസ് 1. ഈ ഒരു ഇക്വേഷൻ നമ്മൾ ബൈ ഹാർട്ടാക്കി എടുക്കുക. അതിനുശേഷം അതിൻ്റെ കുറച്ച് കണ്ടീഷൻ വെൻ മെറ്റീരിയൽ ഹാസ് നോ സെൻസിറ്റിവിറ്റി ടു നോച്ചസ്. നോച്ചസിന് സെൻസിറ്റിവിറ്റി ഇല്ലെങ്കിൽ Q is equal to 0 ആവും. ദെൻ ഓട്ടോമാറ്റിക്കലി KF is equal to 1. ഇപ്പോൾ Q is equal to 0, ഈ കേസിൽ Q is equal to 0 ആകുമ്പോൾ KF is equal to 1 ആവും. വെൻ ദ മെറ്റീരിയൽ ഹാസ് ഫുൾ സെൻസിറ്റിവിറ്റി ടു നോച്ചസ്, ആ കേസിൽ Q is equal to 1 ആണ്. ഇൻ ദാറ്റ് പർട്ടിക്കുലർ കേസ് വെൻ Q is equal to 1, then KF is equal to KT. KF is equal to KT. ഈ 1ഉം 1ഉം ക്യാൻസൽ ആയിട്ട് പോകും. ഓക്കെ, KF is equal to KT. നോച്ച് സെൻസിറ്റിവിറ്റി ഫാക്ടർ Q വേരീസ് ഫ്രം 0 to 1. ഇതാണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇത് നോച്ച് സെൻസിറ്റിവിറ്റി ചാർട്ടാണ്. ഇതൊക്കെ നമ്മൾ ഡാറ്റാ ബുക്കിൽ അവൈലബിൾ ആണ്. ഡാറ്റാ ബുക്കിൽ നോക്കിയിട്ട് എടുത്താൽ മതി. ഇതൊന്നും ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. നോച്ച് സെൻസിറ്റിവിറ്റി ചാർട്ടൊക്കെ നമുക്ക് ഡാറ്റാ ബുക്കിൽ അവൈലബിൾ ആണ്. നെക്സ്റ്റ് ഒരു എൻഡ്യൂറൻസ് ലിമിറ്റിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് എസ്റ്റിമേഷനാണ്. സാധാരണഗതിയിൽ ലബോറട്ടറിയിൽ ഇതൊക്കെ ചെയ്തു വരുമ്പം വളരെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള വർക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് SN കർവ്, ഓരോ മെറ്റീരിയലിൻ്റെ SN കർവ് ഓരോ റിപ്പീറ്റ് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള എല്ലാം കൊണ്ടുള്ള വിഷമം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു, ഇതിനൊരു അപ്രോക്സിമേറ്റ് എസ്റ്റിമേഷനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ SC ഡാഷ് എന്ന് നമ്മൾ കൊടുക്കുന്നത് എൻഡ്യൂറൻസ് ലിമിറ്റ് സ്ട്രെസ് ഓഫ് എ റൊട്ടേറ്റിംഗ് ബീം സ്പെസിമെൻ സബ്ജക്റ്റഡ് ടു റിവേഴ്സ്ഡ് ബെൻഡിങ് സ്ട്രെസ് ആണ്. SC എന്ന് പറയുന്നത് എൻഡ്യൂറൻസ് ലിമിറ്റ് ഓഫ് എ പെർട്ടിക്കുലർ മെക്കാനിക്കൽ കോമ്പണൻറ്റ് സബ്ജക്റ്റ് ടു റിവേഴ്സ്ഡ് ബെൻഡിങ് സ്ട്രെസ്. രണ്ടും റിവേഴ്സ്ഡ് ബെൻഡിങ് സ്ട്രെസ് തന്നെയാണ്. പക്ഷെ ഒന്നിന് റൊട്ടേറ്റിംഗ് ബീമായിട്ട് എടുക്കുന്ന മറ്റേ സാധാ ഒരു പർട്ടിക്കുലർ മെക്കാനിക്കൽ കോമ്പണൻ്റ് ആണ്. അതാണ് ഡിഫറൻസ്. അപ്പോൾ ഇവിടെ നമ്മൾ എൻഡ്യൂറൻസ് ലിമിറ്റ് അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അത് ഒരു സ്റ്റീലിന് കാസ്റ്റ് എണ്ണൊക്കെ ഒരു പർട്ടിക്കുലർ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. എൻഡ്യൂറൻസ് ലിമിറ്റ് ഓഫ് റൊട്ടേറ്റിംഗ് ബീം സബ്ജക്റ്റ് ടു റിവേഴ്സ്ഡ് ബെൻഡിങ് സ്ട്രെസ്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ഡാറ്റാ ബുക്കിൽ അവൈലബിൾ ആണ്. അതേപോലെ SCയും SC ഡാഷും തമ്മിലുള്ള ഒരു അപ്രോക്സിമേറ്റ് എസ്റ്റിമേഷൻ. ആ റിലേഷൻ മീൻസ് SC is equal to KA into KB into KC into KD into SC ഡാഷ് ആണ്. ഈ ഒരു KA, KB, KC, KD ഈ 5 പാർട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഇൻറ്റു SC ഡാഷ് ഇവിടുന്ന് കിട്ടുകയും ചെയ്യും. ഈ ഓരോ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് ഈ ഇക്വേഷൻസ് വെച്ച് കഴിഞ്ഞാൽ SC ഡാഷ് കിട്ടും. അതും കണ്ടു കഴിഞ്ഞാൽ ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് SC എൻഡ്യൂറൻസ് ലിമിറ്റ് കിട്ടും. ഇതാണ് നമ്മളുടെ പ്രോബ്ലത്തിൽ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് ബൈ ഹാർട്ട് ആയിരിക്കണം. അതിൻ്റെ കൂടെ ഈ ഓരോരോ ഫാക്ടർ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ KA, KB, KC, KD എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുള്ളതും അറിയണം. അപ്പോൾ അതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അതിന് സർഫസ് ഫിനിഷ് ഫാക്ടറാണ് ഇവിടെ KA ആയിട്ട് എടുക്കുന്നത്. KA മീൻസ് സർഫസ് ഫിനിഷ് ഫാക്ടറാണ്. KB എന്ന് പറയുന്നത് സൈസ് ഫാക്ടറാണ്. KC എന്ന് പറയുന്നത് റിലയബിലിറ്റി ഫാക്ടറാണ്. KD is equal to മോഡിഫയിങ് ഫാക്ടർ ടു അക്കൗണ്ട് ഫോർ സ്ട്രെസ് കോൺസെൻട്രേഷനാണ്. ഈ ഒരു കാര്യങ്ങൾ അറിയണം. അതിൻ്റെ അകത്ത് സർഫസ് ഫിനിഷ് ഫാക്ടർ നമുക്ക് പിന്നെ ഡാറ്റാ ബുക്കിൽ നിന്ന് കിട്ടും, സൈസ് ഫാക്ടർ കിട്ടും, റിലയബിലിറ്റി ഫാക്ടർ കിട്ടും. പിന്നെ ഈ KD എന്ന് പറയുന്നതിന് ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ ഉണ്ട്. ആ KD is equal to 1/KF ആണ്. 1/KF. ഈ ഒരു ഇക്വേഷൻ KF ഓൾറെഡി നമ്മൾ മുന്നേ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് എത്താം. അപ്പോൾ ഇവിടെ അക്കോർഡിംഗ് ടു മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി ദി എൻഡ്യൂറൻസ് ലിമിറ്റ് ഈസ് ഈക്വൽ ടു 0.5 ടൈംസ് SE ആണ്. അപ്പോൾ SE എന്ന് പറയുന്നത് ആക്ച്വലി ദി എൻഡ്യൂറൻസ് ലിമിറ്റ് ഓഫ് എ കോമ്പണൻറ്റ് സബ്ജക്റ്റഡ് ടു ഫ്ലക്ച്വേറ്റിംഗ് ടോർഷണൽ ഷിയർ സ്ട്രെസ്സസ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ദി എൻഡ്യൂറൻസ് ലിമിറ്റ് ഇൻ റിവേഴ്സ്ഡ് ബെൻഡിങ്. എൻഡ്യൂറൻസ് ലിമിറ്റിൻ റിവേഴ്സ്ഡ് ബെൻഡിങ് ആണ് SC ആയിട്ട് എടുക്കുന്നത്. അതിൻ്റെ 0.5 ടൈംസ് ആയിരിക്കും ഫ്ലക്ച്വേറ്റിംഗ് ടോർഷണൽ ഷിയർ സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോഴുള്ള എൻഡ്യൂറൻസ് ലിമിറ്റ്. അപ്പോൾ റിവേഴ്സ്ഡ് ബെൻഡിങ് സ്ട്രെസ്സിലുള്ള SC നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഇൻറ്റു 0.5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻഡ്യൂറൻസ് ലിമിറ്റ് ഓഫ് എ കോമ്പണൻറ്റ് സബ്ജക്റ്റ് ടു ഫ്ലക്ച്വേറ്റിംഗ് ടോർഷണൽ ഷിയർ സ്ട്രെസ് കിട്ടും. അതേപോലെ ഡിസ്റ്റോർഷൻ എനർജി തിയറിയിൽ ഇതാണ് ഇക്വേഷൻ. ആക്സിയൽ ലോഡിങ്ങിന് SCA ഈസ് ഈക്വൽ ടു 0.8 ടൈംസ് SC ആണ്. ഇത് നമ്മൾ ബൈ ഹാർട്ട് ആക്കിയിരിക്കണം. ഈ ഒരു റിലേഷൻ ആക്സിയൽ ലോഡിംഗ് എന്ന് പറയുമ്പോൾ SCA ഈസ് ഈക്വൽ ടു SC എന്ന് പറഞ്ഞാൽ SC ഓഫ് ആക്സിയൽ ലോഡിംഗ്. അതാണ് A കൊണ്ട് നൊട്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് 0.8 ടൈംസ് SC ആയിട്ടാണ് എടുക്കുക. റിവേഴ്സ്ഡ് ബെൻഡിങ്ങിൻ്റെ
എൻഡ്യൂറൻസ് ലിമിറ്റിൻ്റെ 0.8 ടൈംസ് ആണ് നമ്മൾ ആക്സിയൽ ലോഡിങ്ങിൽ പിന്നെ എടുക്കുന്നത്. അപ്പോൾ ഇത്രയും പാർട്ടാണ് നമുക്ക് ഒരു പ്രോബ്ലത്തിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മളെ കയ്യിൽ വേണ്ടത്. ഇതാണ് നമ്മളുടെ പ്രോബ്ലം. പ്ലേറ്റ് മെയ്ഡ് ഓഫ് സ്റ്റീൽ 20C8, ultimate stress is equal to 440 Newton per mm square in hot rolled and normalized conditions is shown in figure. It is subjected to a completely reversed axial load of 30 kN. The notch sensitivity factor Q can be taken as 0.8 and the expected reliability is 90%. The size factor is 0.85. The factor of safety is equal to 2. Determine the plate thickness for infinite life. ആ ഫിഗറും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ P is equal to plus or minus 30 kN ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. SUT is equal to 440 Newton per mm square അതും ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. Then factor of safety is equal to 2, R is equal to 90%, then Q is equal to 0.8, KB is equal to 0.85. KB is equal to 0.85 means size factor ആണ്. The size factor is equal to 0.85 അതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് എൻഡ്യൂറൻസ് ലിമിറ്റ് സ്ട്രെസ് ഫോർ പ്ലേറ്റ്, ഇത് നമ്മൾ ഓൾറെഡി ഈ ഇക്വേഷൻ നമ്മൾ പ്രീവിയസ് സ്ലൈഡിൽ നമ്മൾ നോക്കിയതാണ്. ഫോർ സ്റ്റീൽസ് SE ഡാഷ് ഇസ് ഈക്വൽ ടു 0.5 SUT. ഈ ഇക്വേഷനാണ് നമ്മൾ ഒരു അപ്രോക്സിമേറ്റ് എസ്റ്റിമേഷനാണ്, അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്. ഓക്കെ, അതാണ് ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ SE ഡാഷ് ഈസ് ഈക്വൽ ടു 0.5 ടൈംസ് SUT ദാറ്റ്സ് ഈക്വൽ ടു 0.5 into 440 Newton per mm square ദാറ്റ്സ് ഈക്വൽ ടു 220 Newton per mm square നമുക്കത് കിട്ടും. ഇനി KA ഫൈൻഡ് ഔട്ട് ചെയ്യണം, സർഫസ് ഫിനിഷ് ഫാക്ടറാണ്. അപ്പോൾ അത് കിട്ടണമെങ്കിൽ നമ്മൾ KM ഡാറ്റാ ബുക്ക് പേജ് 46 പോയി കഴിഞ്ഞാൽ നമുക്ക് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത്തിൽ 440 കറസ്പോണ്ടിങ് ആയിട്ട് ഹോട്ട് റോൾഡിൻ്റെ ഗ്രാഫ്, ആ ഒരു ലൈന്, ആ ഒരു കർവ് നമ്മൾ നോക്കുക. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് സർഫസ് ഫിനിഷ് ഫാക്ടർ കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു 0.65. അത് ഈ ഗ്രാഫിൽ നിന്നാണ് കിട്ടുന്നത്, 0.65. then KB already given ആണ്. then for 90% reliability KC is equal to 0.897. അത് നമുക്ക് റിലയബിലിറ്റി ഈ ഫാക്ടറിൻ്റെ ചാർട്ടിന്ന്, റിലയബിലിറ്റി ഫാക്ടറിൻ്റെ ചാർട്ടിന്ന് നമുക്ക് ആ ഒരു വാല്യൂ, ഇത് കുറച്ച് വാല്യൂസ് നമ്മൾ ബൈ ഹാർട്ട് ആക്കിയിരിക്കണം. അതേപോലെ KD is equal to 1/KF ഈ ഇക്വേഷൻ നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ KA KB KC ഈ KA KB KD വരെ നമ്മൾ KC വരെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. നെക്സ്റ്റ് KD ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. KD ഈസ് ഈക്വൽ ടു 1/KF നമുക്ക് ഓൾറെഡി അറിയാം. ഈ KF കിട്ടണമെങ്കിൽ, KF മീൻസ് സ്ട്രെസ് കോൺസെൻട്രേഷൻ അല്ല, KF കിട്ടണമെങ്കിൽ നമുക്ക് KT അറിയണം. then KF ഈസ് ഈക്വൽ ടു 1 + Q × KT - 1 ആണ്. ആ KF ഫൈൻഡ് ഔട്ട് ചെയ്താൽ, KF ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് KD ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ KF കിട്ടണമെങ്കിൽ KT നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. KT ഈസ് ഈക്വൽ ടു സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടറാണ്. അപ്പോൾ ഈ ഒരു കറസ്പോണ്ടിങ് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ ഡാറ്റാ ബുക്കിൻ്റെ പേജ് നമ്പർ 36 ഫിഗർ 2.12 അത് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഫിഗറിൽ പിന്നെ D/W നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്, 0.2 ആണ്. ആ 0.2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഒരു പർട്ടിക്കുലർ ഫിഗറിന്, ഈ ഒരു പർട്ടിക്കുലർ കണ്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള KT ഈസ് ഈക്വൽ ടു 2.51 കിട്ടും. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ KF കാൽക്കുലേറ്റ് ചെയ്യാം. ആ KF കിട്ടിക്കഴിഞ്ഞാൽ KD 1/KF ആണ് KD, അതും കിട്ടും. ഇപ്പോൾ KA KB KC KD വരെയുള്ള കംപ്ലീറ്റ് പാർട്ടും ആ ഒരു ഫാക്ടേഴ്സ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. നെക്സ്റ്റ് SE ഈസ് ഈക്വൽ ടു KA × KB × KC × KD × SE ഡാഷ് ആണ്. അത് SE ഡാഷ് ഓൾറെഡി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ആ കാൽക്കുലേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് SE കിട്ടും. SE നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് SE ഈസ് ഈക്വൽ ടു 50.9 Newton per mm square. ഇനി ഫോർ ആക്സിയൽ ലോഡ് SE ആക്സിയൽ ഈസ് ഈക്വൽ ടു 0.8 ടൈംസ് SE ആണ്. ഇതും നമ്മൾ ഓൾറെഡി പ്രീവിയസ് ഇക്വേഷനിൽ, പ്രീവിയസ് സ്ലൈഡിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതൊരു കണ്ടീഷനാണ്, 0.8 ടൈംസ് SE. ദാറ്റ്സ് ഈക്വൽ ടു SE ഓൾറെഡി, ഈ SE ഓൾറെഡി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് SE ആക്സിയൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. 40.72 Newton per mm square കിട്ടും. ഇനി പെർമിസിബിൾ സ്ട്രെസ് ആംപ്ലിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു, പെർമിസിബിൾ സ്ട്രെസ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈ സിഗ്മ A എന്ന് പറയുന്നത് ദാറ്റ്സ് ഈക്വൽ ടു ഈ ഒരു ആക്സിയൽ സ്ട്രെസ് ലോഡ് അല്ലെ, ആക്സിയൽ ലോഡ് ലോഡ് ഫോർ ആക്സിയൽ ലോഡിന്
SCA നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അത് ഡിവൈഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ്. അത് അപ്പോൾ 40.72 ഡിവൈഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി = 2 ആണ് ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ. ദാറ്റ് = 20.36 കിട്ടും Nm². ഇത് ഇക്വേഷൻ നമ്പർ എ ആയിട്ട് കൊടുക്കുക, സിഗ്മ എ. ഇനി ഈ സെയിം സിഗ്മ എ തന്നെ നമുക്ക് പിന്നെ ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറഞ്ഞ കൺസെപ്റ്റിൽ നമുക്ക് സിഗ്മ എ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഈ പി ആക്ട് ചെയ്യുന്ന ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഇതാണ് പി ആക്ട് ചെയ്യുന്ന ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ടോട്ടൽ വിഡ്ത്ത് ഈ ഡയമീറ്റർ മൈനസ് ചെയ്ത് ആ ഒരു ലെങ്ത്തും ഇൻറ്റു ഇതിൻ്റെ തിക്നെസ് ആയിരിക്കും. ദാറ്റ് മീൻസ് W മൈനസ് D ഇൻറ്റു ടി ആണ്. D ഇൻറ്റു ടി, അപ്പോൾ P ഡിവൈഡ് ബൈ W മൈനസ് D ഇൻറ്റു ടി ആണ് സിഗ്മ എ ആയിട്ട് വരും. അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പർട്ടിക്കുലർ വാല്യൂ കിട്ടും. അപ്പോൾ ഈ വാല്യൂവിൽ ടി അവിടെ കിടക്കും. ആ ടി ഈ ഇക്വേഷൻ നമ്പർ ബി ആയിട്ട് നെയിം ചെയ്യുക. എന്നിട്ട് ഈ ഇക്വേഷനും ഈ എയും ബിയും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തിക്നെസ് ഓഫ് ദി പ്ലേറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ദാറ്റ് തിക്നെസ് = 36.84 mm എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതാണ് ഇതിൽ വരുന്ന പ്രോബ്ലം. ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ പെർഫെക്റ്റ് ആയിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. SC = K × KB × KC × KD × SC' ആണ്. ഈ ഓരോ ഫാക്ടറും നമുക്ക് എന്തൊക്കെയാണ് എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ഈ പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് റിക്വയർഡ് ഡാറ്റ വെച്ചിട്ട് നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, താങ്ക് യു ഓൾ.